കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഇന്ന് ഭൂരിപക്ഷം ആളുകളും പറയുവാൻ പോകുന്ന മറുപടി ഉമ്മൻചാണ്ടി എന്ന പേരായിരിക്കും. ജനകീയനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഇന്നും ഉമ്മൻചാണ്ടി കേരളത്തിൽ ഓർമ്മിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഹൃദയവികാരമായി കൊണ്ടു നടക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. പലപ്പോഴും പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ അധികാര സ്ഥാനങ്ങൾ ലഭിക്കുമ്പോഴും നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചേരുന്നതും അവിടെ പ്രാർത്ഥനകൾ നടത്തുന്നതും നാം കാണാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പുതുപ്പള്ളി പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഉമ്മൻചാണ്ടിയുടെ ഖബറിടം മാറിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകനായ ചാണ്ടി ഉമ്മനാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കും കേരള രാഷ്ട്രീയത്തിലേക്കും കടന്നു വന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം തുടർച്ചയായി അദ്ദേഹം നൂറ്റാണ്ടിലധികം കാലം പ്രതിനിധീകരിച്ച പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയും ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ഉമ്മൻചാണ്ടി അനുകൂല തരംഗം കൂടി ആഞ്ഞടിച്ചപ്പോൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് സമീപകാലത്തെ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചു കയറിയതും MLA ആയി നിയമസഭയിൽ എത്തിച്ചേർന്നതും. ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി സജീവ രാഷ്ട്രീയത്തിൽ ജനപ്രതിനിധിയായി തുടരുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി മറ്റൊരു പേരുകൂടി കടന്നു വരണമെന്ന ആഗ്രഹം കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെക്കാറുണ്ട്. മറ്റാരുടേതുമല്ല, ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മൻ്റെ പേരാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പല ഘട്ടത്തിലും ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അച്ചു ഉമ്മൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹങ്ങൾ സജീവമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിവിടാറുണ്ട്. എന്നാൽ ഇതിനോടൊന്നും അനുകൂലമായി പ്രതികരിക്കുവാൻ അച്ചു ഉമ്മൻ തയ്യാറായിട്ടില്ല. പലപ്പോഴും ചാണ്ടി ഉമ്മൻ തന്നെയാണ് തങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരനെന്നും അപ്പായുടെ പിൻഗാമിയെന്നും തുറന്നു പറഞ്ഞിട്ടുള്ള അച്ചു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്കും സജീവമായ സംഘടനാ പ്രവർത്തനത്തിലേക്കും കടന്നു വരുവാനുള്ള തൻ്റെ വിമുഖതയും മാധ്യമങ്ങൾക്ക് മുമ്പിലടക്കം പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും അച്ചുവിനു വേണ്ടിയുള്ള മുറവിളികൾ തുടർച്ചയായി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ ഘട്ടത്തിൽ ഇവിടെ ഞാൻ ചർച്ച ചെയ്യുവാൻ പോകുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു മകളായ മരിയ ഉമ്മൻ്റെ രാഷ്ട്രീയ അത്യാഗ്രഹമാണ്. മരിയ ഉമ്മൻ നമുക്കറിയാം എന്നും ഒരു വിവാദ കഥാപാത്രമായിരുന്നു. അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന വിവാദങ്ങൾ പോലും ഉമ്മൻചാണ്ടിയെ ഏറെ വേദനിപ്പിച്ചിരുന്ന സംഭവങ്ങളാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ കരുത്തുറ്റ രാഷ്ട്രീയ ആയുധമായി CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ മരിയ ഉമ്മൻ്റെ വ്യക്തിജീവിതത്തിലെ താളപ്പിഴകൾ ഉയർത്തിക്കാട്ടുന്ന സംഭവങ്ങളും അനവധിയായി ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും മരിയ സജീവ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുപോലും പല വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയാകുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുമുള്ള തൻ്റെ മോഹങ്ങൾ പറയാതെ പറഞ്ഞു വെച്ചുകൊണ്ട് സജീവമായ PR പ്രചരണങ്ങളുമായി മരിയ ഉമ്മൻ കടന്നു വരികയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ നിന്ന് മത്സരിക്കണമെന്ന ആഗ്രഹമാണ് മരിയ ഇപ്പോൾ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വ്യാപകമായ വ്യാജ വാർത്താ പ്രചരണങ്ങളും മരിയ ഉമ്മൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ അനുഗ്രഹ ആശിസ്സുകളോടെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാഞ്ഞിരപ്പള്ളി സീറ്റിലേക്ക് മരിയ ഉമ്മൻ്റെ പേര് കോട്ടയം DCC നിർദ്ദേശിച്ചു എന്ന വ്യാജ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു തൊട്ടു പിന്നാലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ കത്തോലിക്ക രൂപത അധ്യക്ഷനെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തെത്തി സന്ദർശിച്ചുകൊണ്ടും മരിയ ഉമ്മൻ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് ഡൽഹിയിലേക്ക് നടത്തിയ യാത്രയും രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസ് പ്രവേശനത്തിനുള്ള മുന്നൊരുക്കമായിട്ടാണ് മരിയ ഉമ്മൻ തന്നെ പല കേന്ദ്രങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു വിട്ടത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം സജീവമായ PR പ്രചരണത്തിലേക്ക് കാഞ്ഞിരപ്പള്ളി സീറ്റ് ലക്ഷ്യമിട്ട് മരിയ ഉമ്മൻ നീങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും മുഖ്യ എതിരാളികളായ CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെയാണ് മരിയ ഉമ്മൻ തൻ്റെ PR പ്രചാരണങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനായ മാധ്യമ മുഖമാണ് MV നികേഷ് കുമാർ. ആദ്യമായി ഇന്ത്യ വിഷനിലൂടെയാണ് നികേഷ് കുമാർ ഒരു മുഖ്യ അവതാരകനായി ഒരു ചാനലിൻ്റെ വാർത്താമുഖമായി പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം തന്നെ സ്വന്തം ചാനലായ റിപ്പോർട്ടർ TV ആരംഭിക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടർ TV വിവാദ വ്യവസായികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വിറ്റതിന് ശേഷം CPMൻ്റെ സജീവ പ്രവർത്തകനായ നികേഷ് കുമാർ ഇപ്പോൾ CPM സൈബർ പടയുടെ നേതാവും സൈബർ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തന്ത്രശാലിയുമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.
ഏതൊക്കെയാണെങ്കിലും നികേഷ് കുമാറിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് CPM കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വ്യാപകമായ സംശയങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് തൻ്റെ PR പ്രചാരണങ്ങൾ നികേഷ് കുമാറിനെ പോലൊരു കളങ്കിത വ്യക്തിത്വത്തെ മരിയ ഉമ്മൻ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നത് ഏറെ കൗതുകകരമായ ഒരു വസ്തുതയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിയ ഉമ്മൻ്റേതായി റിപ്പോർട്ടർ ചാനലിൽ ഒരു അഭിമുഖം പ്രത്യക്ഷപ്പെട്ടിരുന്നു. വലിയ ഹൈപ്പോടുകൂടി മരിയ ഉമ്മൻ്റെ ഒരു അഭിമുഖം റിപ്പോർട്ടർ TV ടെലികാസ്റ്റ് ചെയ്തതിന് പിന്നിൽ നികേഷ് കുമാറിൻ്റെ കരങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരിയ ഉമ്മൻ ഈ ചാനൽ അഭിമുഖത്തിൽ പല ഘട്ടത്തിലും താൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലില്ല എന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അനിവാര്യതയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ തനിക്ക് വിമുഖതയില്ല എന്നും പറയുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടർ TVക്ക് നൽകിയ അഭിമുഖത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഓൺലൈൻ ചാനലായ വൈറ്റ് സ്വാൻ TVയിലും മരിയ ഉമ്മൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. സ്ഥിരമായി കോൺഗ്രസിനെതിരെ വിമർശന ശരങ്ങൾ ഉയർത്തിവിടുന്ന, കോൺഗ്രസിനെ അന്ധമായി വിമർശിക്കുകയും CPMനെ അന്ധമായി ന്യായീകരിക്കുകയും ചെയ്യുന്ന, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഏറ്റവും കടുത്ത വിമർശകനായ രാജൻ ജോസഫ് കൂടി അവതാരകനായ ഒരു ചാനലാണ് വൈറ്റ് സ്വാൻ TV. ഈ വൈറ്റ് സ്വാൻ TVയെ ഇടതുപക്ഷത്തേക്ക് അടുപ്പിച്ചതും നികേഷ് കുമാർ തന്നെയാണെന്നുള്ളത് ഈ മാധ്യമ മേഖലയിലെ അരമന രഹസ്യം തന്നെയാണ്. അത്തരത്തിൽ നികേഷ് കുമാറിന് കൃത്യമായി സ്വാധീനമുള്ള 2 ചാനലുകളിൽ അടുപ്പിച്ചടുപ്പിച്ച് തുടർച്ചയായ ദിവസങ്ങളിൽ മരിയ ഉമ്മൻ്റെ അഭിമുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് തീർത്തും ഒരു കോയിൻസിഡൻസ് അല്ല, കൃത്യമായ PR തന്ത്രമാണെന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുവാൻ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മരിയ ഉമ്മന് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകുവാൻ ഉള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല എങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പോലും വലിയ താമസമൊന്നുമില്ലാതെ മരിയ ഉമ്മൻ CPM പാളയത്തിലേക്ക് എത്തുമെന്നതാണ് ഈ വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും സജീവമാണെന്ന് നമുക്കറിയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്നായിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ പോലും മരിയ ഉമ്മൻ്റെ 2ാം ഭർത്താവായ വ്യക്തിത്വം അധികാരമോഹങ്ങൾ മറച്ചുവെക്കാതെ 2020യുടെ ഭാഗമാകുകയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമാകുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ വാർത്തയാകുകയും ഉമ്മൻചാണ്ടിയെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തരത്തിൽ പലപ്പോഴും വിവാദങ്ങളുടെ കളിത്തോഴിയായ മരിയ ഉമ്മൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിനോട് ചാണ്ടി ഉമ്മനും അനുകൂലമായിട്ടുള്ള നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ സഹോദരിക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താൻ അതിന് തടസ്സം സൃഷ്ടിക്കുകയില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഏതൊക്കെയാണെങ്കിലും മരിയ ഉമ്മൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ മറനീക്കി പുറത്തു വരുമ്പോൾ അത് കോൺഗ്രസിന് ഒട്ടും ഗുണകരമാവില്ല എന്ന പൊതു വിലയിരുത്തലുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. മരിയ ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മോഹവും ഇപ്പോൾ തന്നെ അനാവശ്യമായ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നും അത് പാർട്ടിയെയും മുന്നണിയിലെയും അനാവശ്യമായ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുമെന്നുമുള്ള അഭിപ്രായവും കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു പ്രമുഖ വിഭാഗം ഈ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എന്നാൽ മരിയ ഉമ്മൻ്റെ സ്ഥാനാർത്ഥി മോഹത്തോടും കോൺഗ്രസ് പ്രവേശത്തോടും രമേശ് ചെന്നിത്തല എന്ന നേതാവ് അനുകൂലമായി പ്രതികരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പായും നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ മകളായ മരിയ ഉമ്മൻ കേരള രാഷ്ട്രീയത്തിലേക്കോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കോ കടന്നു വരുന്നത് പാർട്ടിക്ക് ഗുണമാവില്ല, വ്യക്തിപരമായി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും ഗുണം ചെയ്യില്ല. എന്നാൽ മരിയ ഉമ്മൻ്റെ അധികാരത്തോടുള്ള ആർത്തി ഇത്തരം നീക്കങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു വികാരമായി കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും കൊണ്ടു നടക്കുന്ന ഒരു നേതാവിൻ്റെ ഓർമ്മകൾക്ക് കളങ്കമേൽപ്പിക്കുവാൻ മാത്രമേ മരിയയുടെ ഈ രാഷ്ട്രീയ അത്യാർത്ഥി സംഭാവനകൾ നൽകുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.